നെക്സ്റ്റ് ടോപ്പിക്ക് IP അഡ്രസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ TCP/IP നെറ്റ്വർക്ക് മോഡലാണ് പറഞ്ഞത്. അതിൽ നമ്മൾ കുറേ ലെയേഴ്സ് പറഞ്ഞു. ഫിസിക്കൽ ലെയർ എന്താണെന്ന് പറഞ്ഞു, ഡാറ്റ ലിങ്ക് ലെയർ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു, അതേപോലെ നെറ്റ്വർക്ക് ലെയർ, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ നമ്മൾ ഓരോ കമ്പ്യൂട്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിന് എന്ത് വേണം, ഒരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്, IP അഡ്രസ്സ് എന്ന് പറയുന്നത്. IP അഡ്രസ്സ് വരുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ് IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ആ ഓരോ കമ്പ്യൂട്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. സോ നെറ്റ്വർക്ക് ലെയറാണ് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. അത് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. സോ അതായത് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് മറ്റേതിൻ്റെ IP അഡ്രസ്സ് വേണം. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് 32-bit IP അഡ്രസ്സാണ്. 32-bit ലെങ്ത്തുള്ള IP അഡ്രസ്സിന് പറയുന്നത് IP വേർഷൻ 4 അഡ്രസ്സ് എന്നാണ്. അതായത് ഒരു അഡ്രസ്സിൽ എന്തുണ്ടാവും, 32 bits ഉണ്ടാവും. അപ്പോൾ മാക്സിമം 232 അഡ്രസ്സസ് പോസിബിളാണ്. അതായത് 32 bit യൂസ് ചെയ്തിട്ട് 232 അഡ്രസ് 32 അഡ്രസ്സസ് നമ്പർ ഓഫ് അഡ്രസ്സസ് പോസിബിളാണ്. അതിനെയാണ് IP വേർഷൻ 4 അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് IP വേർഷൻ 4 അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ IP വേർഷൻ 4 അഡ്രസ്സ് എന്ന് പറയുന്നത് 32-bit അഡ്രസ്സാണ്. അത് എന്ത് ചെയ്യും, ഓരോ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്ത ഓരോ ഡിവൈസിനെയും യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. മീൻസ് ഓരോ ഡിവൈസസിന് ഒരു IP അഡ്രസ്സാണ് ഉണ്ടാവുക. ഒരു ഡിവൈസിന് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സ് ഉണ്ടാവുക. ആ IP അഡ്രസ്സ് വേറൊരു ഡിവൈസിനും ഉണ്ടാവില്ല. ഇനി അഡ്രസ് സ്പേസാണ്. IP വേർഷൻ 4 32-bit അഡ്രസ്സാണ്. അതായത് അതുകൊണ്ട് തന്നെ 232 അഡ്രസ്സസ് ഉണ്ടാവും. അതായത് മോർ ദാൻ 4294967 അതായത് മോർ ദാൻ 4 ബില്യൺ അഡ്രസ്സസ് IP വേർഷൻ 4നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അഡ്രസ് സ്പേസ്. അതായത് 32-bit ആയതുകൊണ്ട് തന്നെ 232 കമ്പ്യൂട്ടേഴ്സിന് IP വേർഷൻ 4 വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇനി നൊട്ടേഷൻസാണ്. IP അഡ്രസ്സ് എങ്ങനെയൊക്കെ നൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളത്, അതൊക്കെ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളത്. അതിൽ ബൈനറി നൊട്ടേഷനുണ്ട്, ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനും ഉണ്ട്. അതായത് ബൈനറി നൊട്ടേഷൻ മീൻസ് ഞാൻ പറഞ്ഞു IP അഡ്രസ്സ് 32-bit ആണ്. സോ 32-bit അഡ്രസ്സിനെ ഈ ബൈനറി റെപ്രസെൻറ്റേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 8-bit 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 അങ്ങനെ 32-bit ബൈനറി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് 10ൻ്റെ പാറ്റേൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ബൈനറി നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിൽ എന്ത് ചെയ്യുക, ഒരു ഡെസിമൽ നമ്പേഴ്സ്, ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ 117 ആണ്. ഇത് കറസ്പോണ്ടിങ് 149, ഇതിന് കറസ്പോണ്ടിങ് 2, ഇതിന് കറസ്പോണ്ടിങ് 29 ആണ്. സോ ഈ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ബൈനറി പാറ്റേണിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡോട്ടഡ് ഡെസിമൽ. എന്നിട്ട് അതിനെ ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബൈനറി നമ്പറും ഡെസിമലിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഈ IP വേർഷൻ 4 അഡ്രസ്സിൽ തന്നെ ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് ഉണ്ട്, ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് ഉണ്ട്. ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് മീൻസ് അതായത് ഒരു ക്ലാസ്സസ് ABCDE എന്ന് പറയുന്ന 4 ക്ലാസ്സസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് 5 ക്ലാസ്സസ് ആണുള്ളത്. ABCD എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു 8-bitൻ്റെ 4 ഗ്രൂപ്പാണ്. 32-bit ആണ് ടോട്ടൽ. അതായത് 8-bitൻ്റെ 4 ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ക്ലാസ് A നമുക്ക് നോക്കാം. ക്ലാസ് Aയിൽ ഇത് 8-bitൻ്റെ ഒരു ബ്ലോക്ക്, ഇത് 8-bitൻ്റെ വേറൊരു ബ്ലോക്ക്, ഇത് വേറെ, ഇത് വേറെ. അങ്ങനെ ക്ലാസ് Aയിൽ അങ്ങനെ 4 ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് ഈ അഡ്രസ്സിനെ മാറ്റാം.
ഇത് ഫസ്റ്റ് ബൈറ്റ് മീൻസ് 8 ബിറ്റിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, ബൈറ്റ് എന്ന് പറയുന്നത്. അതായത് 8 ബിറ്റിൻ്റെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ടാണ് പറയുന്നത്. ഇത് 4 ഗ്രൂപ്പ്. ക്ലാസ് എയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് നെറ്റ്വർക്ക് ID, ഫസ്റ്റ് 8 ബിറ്റ്, ബാക്കി 3 8 ബിറ്റ്, അതായത് 24 ബിറ്റ് ഹോസ്റ്റ് ID എന്ന് പറയും. ഹോസ്റ്റ് ID അതായത് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് നെറ്റ്വർക്കിലാണോ കണക്ട് ചെയ്ത് ആ നെറ്റ്വർക്കിൻ്റെ ID ആയിരിക്കും ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്പറായിരിക്കും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇത് 8 ബിറ്റ് മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ, ഇത് 24 ബിറ്റ്. അതുകൊണ്ട് തന്നെ 8 ബിറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ 2/8 നെറ്റ്വർക്ക് മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് ഓരോ നെറ്റ്വർക്കിലും ഇത് 24 ബിറ്റ് എടുക്കുന്നുണ്ട്. 2/24 ഒരു നെറ്റ്വർക്ക് എടുത്താൽ അതിൽ എത്ര ഹോസ്റ്റ് ഉണ്ടാകും? 2/24 ഹോസ്റ്റ്, 2/8 നെറ്റ്വർക്ക്, ഇത്രയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ക്ലാസ് എയുടെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇത് നെറ്റ്വർക്ക് ID, ഇത് 3 ഹോസ്റ്റ് ID. നെറ്റ്വർക്ക് ID മീൻസ് ഏത് നെറ്റ്വർക്കിലാണോ ആ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ID. ഇത് 3 ഹോസ്റ്റ് ID മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ. ഞാൻ ക്ലാസ് എയിൽ ഫസ്റ്റ് ബൈറ്റ് ഇതാണ്, അതായത് 8 ബിറ്റാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ബിറ്റ് 0 ആയിരിക്കണം. അതാണ് ക്ലാസ് എ. ഇനി ക്ലാസ് എൻ്റെ റേഞ്ച് നമുക്ക് നോക്കാം. ക്ലാസ് എൻ്റെ ഫസ്റ്റ് ബൈറ്റാണ്. ഇതെന്തും ആവാം, ഈ 3 ബൈറ്റ് എന്തും വരാം. ഫസ്റ്റ് ബൈറ്റിൻ്റെ റേഞ്ചാണ് പറയുന്നത് 0. ഇവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബിറ്റ് 0 ആവാം. പിന്നെ ബാക്കിയൊക്കെ കംപ്ലീറ്റ് 0 വന്നാൽ ഫസ്റ്റ് എന്ത് വരാം? 0. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ബിറ്റ് 0. ബാക്കിയെല്ലാം മാക്സിമം എന്ത് വരാം? എല്ലാം 1. അപ്പോൾ 0 കംപ്ലീറ്റ് 1, അതായത് 7 വൺസ് ആകുമ്പം ഇതെന്ത് വരും? ഇത് നിങ്ങൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. 127 എന്നുള്ള വാല്യൂ വരിക. അപ്പോൾ മാക്സിമം പോസിബിൾ വാല്യൂ എന്താണ്? 127. മിനിമം വാല്യൂ എന്താണ്? ഇത് കംപ്ലീറ്റ് 0 ആവുന്ന കേസ് അത് മിനിമം വാല്യൂ 0. മാക്സിമം വാല്യൂ ഇത് കംപ്ലീറ്റ് ഈ ബിറ്റ് റിസർവ്ഡ് ആണ് 0, അത് മാറ്റാൻ പറ്റില്ല. ബാക്കി കംപ്ലീറ്റ് 1, അപ്പോൾ 127 വരും. ഇനി നെക്സ്റ്റ് ക്ലാസ് ബിയിൽ ഇത് രണ്ടാണ് നെറ്റ്വർക്ക് പോർഷൻ, നെറ്റ്വർക്ക് ID. അതായത് ഏത് നമ്മുടെ കമ്പ്യൂട്ടർക്ക് ഏത് നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ്. ഇനി നെക്സ്റ്റ് ഇത് രണ്ടും ഹോസ്റ്റ് ID. അപ്പോൾ 2/16 നെറ്റ്വർക്ക് ഉണ്ടാവും. 2/16 ഓരോ നെറ്റ്വർക്കിലും 2/16 ഹോസ്റ്റ് ഉണ്ടാവും, രണ്ടും ഈക്വൽ. സോ ഇതിൽ റിസർവ്ഡ് ചെയ്യുന്നത് 10 ആണ്. ഫസ്റ്റ് 2 ബിറ്റ് റിസർവ്ഡ് ആണ്, അത് 1ഉം 0ഉം. ബാക്കി 6 ബിറ്റ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് 1ഉം 0 ആയിട്ട് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം വാല്യൂ എന്ത് വരുമെന്ന് നോക്കാം. 1 0, ബാക്കി കംപ്ലീറ്റ് 0. ബാക്കി കംപ്ലീറ്റ് 0 മീൻസ് എന്ത് വരും? 1 0, ബാക്കി 6 zeros, 3 0 ആയി 6 zeros. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? ഇത് ബൈനറിയിൽ നോക്കിയാൽ മതി. 2/0 പ്ലസ് 2/1, 2/2, 2/3, 2/4, 2/5, 2/6 ഇതൊക്കെ 0 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ 0 ആയി വരും. 2/7, 1 × 2/7, 2/7 മീൻസ് 128 ആണ് വരിക. സോ മിനിമം വാല്യൂ എന്ത് വരും? 128. മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ ഇത് 10 ആണ്, ഇത് ഫിക്സ്ഡ് ആണ്, മാറ്റാൻ പറ്റില്ല. ബാക്കിയൊക്കെ 1. അപ്പോൾ 10 എന്ത് വരും? 1061 വരിക. അപ്പോൾ ഇത് 2/1 × 1, 2/0 പ്ലസ് ഈ 1 × 2/1 പ്ലസ് 2² പ്ലസ് 2³ പ്ലസ് 2/4 പ്ലസ് 2/5 പ്ലസ് 2/ ഇത് 6 വരും. 2/6 പ്ലസ് ഇത് 0 × 2/7 ആയതുകൊണ്ട് തന്നെ അതെടുക്കണ്ട. ഇത് 2/8. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് 191. ആഡ് ചെയ്ത് നോക്കിയാൽ മതി.
ഇനി ക്ലാസ് സീൻ്റെ തന്നെ ഫസ്റ്റ് ബിറ്റ് ഇത് 3 നെറ്റ്വർക്കായിട്ട് വരിക. അതായത് 24 ബിറ്റ് നെറ്റ്വർക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, 8 ബിറ്റ് മാത്രമേ ഹോസ്റ്റിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഹോസ്റ്റ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിന്. അപ്പം ഫസ്റ്റ് 3 ബിറ്റ് റിസർവ്ഡ് ആണ്, 110 റിസർവ്ഡ് ആണ്. സോ മിനിമം അഡ്രസ്സ് എന്ത് വരും? ഈ 110 ബാക്കി 5 ബിറ്റ് 0, ഈ 110 ഒരു ബാക്കി 5 ബിറ്റ് 0 ആകുമ്പം അത് ബൈനറി ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ 192 എന്ന് പറയുന്ന വാല്യൂ വരും. ഇനി മാക്സിമം വാല്യൂ ഈ 110 ബാക്കി കംപ്ലീറ്റ് 1, അതെന്ത് വരും? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, 223 വരും. അത് ക്ലാസ് ഈ അഡ്രസ്സ് 192 to 223 ബാക്കി. അപ്പോൾ ഇത്രയും നെറ്റ്വർക്ക് പോർഷൻ 224 നെറ്റ്വർക്ക് വരും. നെറ്റ്വർക്ക് കൂടുതലാണ് ഇതിൽ. ആ ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാലും 2/8 ഹോസ്റ്റ് വരും. ഇനി ക്ലാസ് ടി അഡ്രസ്സ് നോക്കുക. ക്ലാസ് ടി ആണ് നെക്സ്റ്റ്. ക്ലാസ് ടി ഇതേപോലെ നെറ്റ്വർക്ക് ഹോസ്റ്റ് ഐ ഡി എന്നൊന്നും ചെയ്തിട്ടില്ല. ക്ലാസ് ടി യൂസ് ചെയ്യുന്നത് മൾട്ടികാസ്റ്റ് എന്ന് പറയുന്ന ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ടി മൾട്ടികാസ്റ്റ് മീൻസ് നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിന് മാത്രം മെസ്സേജ് അയക്കുന്നതിനാണ് ക്ലാസ് ടി യൂസ് ചെയ്യുന്നത്. അത് 110 ആണ് വരിക. ഫസ്റ്റ് ബിറ്റ് 110 റിസർവ്ഡ് ആണ്. അപ്പോൾ 4 ബിറ്റ് 110. ഇനി ബാക്കി 4 ബിറ്റ് 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 224 ആണ്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക. ഇനി 1110 ബാക്കി കംപ്ലീറ്റ് 1 ആയാലും മാക്സിമം വാല്യൂ കിട്ടും. അത് 239 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ക്ലാസ് എന്ന് വെച്ചാൽ എല്ലാം ഫസ്റ്റ് 4 ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യുക. ക്ലാസ് ഈ ഫ്യൂച്ചർ യൂസിനാണ്, അതിൻ്റെ യൂസ് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ 111 ആണ്. ബാക്കി കംപ്ലീറ്റ് 0 ആയി സെറ്റ് ചെയ്ത് നോക്കുമ്പം അതിൻ്റെ മിനിമം വാല്യൂ 240 വരും. ഇനി 1111 1 കംപ്ലീറ്റ് 1 ആകുമ്പോൾ ഈ 4 1 ആയി സെറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ എന്ത് വരും? 255 വരും. സോ ഇങ്ങനെയാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് പറയുന്നത്. ഇതിനെയാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൻ്റെ നെറ്റ് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും. നെറ്റ് ഐ ഡി ഞാൻ പറഞ്ഞു, ഈ പോർഷൻ അതായത് നെറ്റ്വർക്കിൻ്റെ നമ്പർ തന്നെയാണ് നെറ്റ് ഐ ഡി എന്ന് പറയുന്നത്. ഹോസ്റ്റ് ഐ ഡിയും കണ്ടുപിടിക്കാൻ, ഹോസ്റ്റ് ഐ ഡി മീൻസ് അതിൽ കണക്ട് ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ്. സോ അതിന് യൂസ് ചെയ്യുന്നതാണ് മാസ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ മാസ്ക് മീൻസ് ആ മാസ്കുമായിട്ട് ചില ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഐ ഡി ആൻഡ് ഹോസ്റ്റ് ഐ ഡി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓരോ ക്ലാസ്സിനും ഓരോ മാസ്ക് ഉണ്ട്. ക്ലാസ് എ ആണെങ്കിൽ അതിൻ്റെ മാസ്കാണ് 255.0.0. ക്ലാസ് ബീൻ്റെ മാസ്കാണ്, അതായത് ക്ലാസ് എയിൽ ഫസ്റ്റ് ബിറ്റ് മാത്രമാണ് നെറ്റ്വർക്ക് പോർഷൻ. സോ ആ ബിറ്റ് കംപ്ലീറ്റ് 1 ആക്കി വെക്കുക. ആ ബിറ്റ് കംപ്ലീറ്റ് 1 ഇത്. അപ്പോൾ ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഫസ്റ്റ് 255 വരും. പിന്നെ ക്ലാസ് ബി ആകുമ്പം ഫസ്റ്റ് 2 ഇതും നെറ്റ് ഐ ഡി ആണ്. അപ്പം അത് കംപ്ലീറ്റ് 1 ആക്കി വെച്ചാൽ 255.255. ബാക്കി 2 0.0. ക്ലാസ് സിയിൽ ഇത് 2 ഇത് 3 നെറ്റ്വർക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് 3 1 ആക്കി വെച്ചാൽ 255.255.255 ബാക്കി 0 വരും. ഇങ്ങനെയാണ് ക്ലാസ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസ് എ യൂസ് ചെയ്യുന്നത് ചെറിയ നെറ്റ്വർക്കിൻ്റെ ഒക്കെ കേസ്, കാരണം നെറ്റ് ഐ ഡി 8 ബിറ്റ് മാത്രമേ ഉള്ളൂ. സോ അത്രയും നെറ്റ്വർക്കേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ക്ലാസ് ബി മീൻസ് നമ്മൾ മിഡിൽ സൈസുള്ള ഓർഗനൈസേഷന് വേണ്ടിയിട്ട്, അതായത് അത്യാവശ്യം നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യും. ക്ലാസ് സി എന്ന് വെച്ചാൽ കുറേ നെറ്റ്വർക്ക് വരുന്ന ഓർഗനൈസേഷനിൽ, പക്ഷേ ഓരോ നെറ്റ്വർക്കിലെയും ഹോസ്റ്റിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ്. ഇതേപോലെ ക്ലാസ് ഒന്നും ഇല്ലാതെ ഉള്ള അഡ്രസ്സിങ് ആണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ്. ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സസ് വേസ്റ്റായി പോകുന്നുണ്ട്. ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്. ക്ലാസ്ലെസ് അഡ്രസ്സിങ്ങിൽ ഒരു ഓർഗനൈസേഷന് ക്ലാസ്ലെസ് അഡ്രസ്സിങ്ങിൽ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് അഡ്രസ്സസ് കൊടുക്കുക. പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ആക്കുന്നില്ല, ഇഷ്ടമുള്ള ഒരു അഡ്രസ്സ് ബ്ലോക്ക് ആക്കിയിട്ട് ഇതേപോലെ ഡോട്ട്സ് ആക്കിയിട്ട് കൊടുക്കുന്ന അഡ്രസ്സിങ് സ്കീമിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസ്ലെസ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്.
നമ്മൾ ബ്ലോക്ക് അസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ബ്ലോക്കിലുള്ള അഡ്രസ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം, അതായത് ഒന്നിന് അടുത്തത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബ്ലോക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർഗനൈസേഷന് ഒരു 32 അഡ്രസ്സസ് വേണം. സോ ആ ബ്ലോക്ക് എന്ത് വേണം, പവർ ഓഫ് 2 ആയിരിക്കണം. 32 പവർ ഓഫ് 2 ആണ്, 2⁵ ആണ് 32. പിന്നെ നെക്സ്റ്റ് ഫസ്റ്റ് അഡ്രസ്സ് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് അഡ്രസ്സസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. ആ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്ര അഡ്രസ്സസ് വേണം, 32 ബിറ്റുള്ള അഡ്രസ്സസ് വേണം, ബ്ലോക്കായിട്ട് കൊടുക്കാൻ പറ്റും.